Now I invite Professor Dr. N. Ajit Kumar, writer, to speak a few words. ബഹുമാനപ്പെട്ട ശ്രീനിവാസൻ സാർ, എത്രയും പ്രിയപ്പെട്ട സഞ്ജയൻ ചേട്ടൻ, എൻ്റെ പ്രിയ സുഹൃത്തും കുടുംബാംഗവും ഒക്കെ ആയ ഇന്നത്തെ ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് ശ്രീ വേണു നായർ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ രാജീവ് ഗോപാലകൃഷ്ണൻ, വേദിയെ ധന്യമാക്കിയിരിക്കുന്ന നിരവധി വ്യക്തിത്വങ്ങളുണ്ട്. എല്ലാവരെയും സ്മരിച്ചുകൊണ്ട് ഫ്യൂ വേർഡ്സ് എന്നാണ് പറഞ്ഞത്, അതിൽ നിർത്തിക്കൊള്ളാം. വാസ്തവത്തിലൊരു ധന്യത തോന്നുന്നുണ്ട്. 22 വർഷത്തോളം ഉള്ള അടുപ്പം ഞാനും വേണുവുമായിട്ടുണ്ട്. വേണുവിനെ എന്നെ പരിചയപ്പെടുത്തിയത് രാജീവ് ഗോപാലകൃഷ്ണനാണ്. അപ്പോൾ ഈ സൗഹൃദത്തിൻ്റെ സമാരംഭം കുറിക്കാൻ വേണ്ടിയിട്ട് എന്നെ സഹായിച്ച വേണുവും ഈ വേദിയിൽ എന്നോടൊപ്പമുണ്ട്. ആ സൗഹൃദം ഇത്ര ഊഷ്മളമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എനിക്കുറ്റം പങ്കില്ല കേട്ടോ. എന്നെ കൊണ്ട് താങ്ങത്തില്ല ഇത്രയും വലിയൊരു സൗഹൃദത്തെ ഇത്രയും കാലം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ക്ഷമയോ അതേപോലെ തന്നെ അതിനുള്ള ഒരു മാനസികാവസ്ഥയോ ഒരിക്കലും എന്നിലുണ്ടായിട്ടില്ല. കാരണം അങ്ങനെയാണ് എൻ്റെ സ്വഭാവം. അത് ഏതെങ്കിലും തരത്തിൽ ഈ 22 വർഷം ഊഷ്മളമായി ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ വേണുവിൻ്റെ മാത്രം കഴിവാണ്. അതാണ് വേണു. പറഞ്ഞു വരാനുള്ള കാരണമെന്ന് പറയുന്നത്, ഈ പുസ്തകത്തിൽ നമ്മളേത് ഒരു വായനയിലും വരുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുകയാണ്. ഞാനൊരു അധ്യാപകനാണ് അടിസ്ഥാനപരമായിട്ട്, വിശേഷിച്ച് ഗവേഷണത്തിൻ്റെ മേഖലയിൽ ഒരു വിദ്യാർത്ഥിയും കൂടിയാണ്. ഇപ്പോഴൊരു പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഇതിനെക്കുറിച്ച് വായിക്കുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന അതിനെക്കുറിച്ചുള്ള ഒരു അറിവ് ലഭിക്കുന്ന വിധത്തിൽ അത് എത്രത്തോളം നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നു, നമ്മളെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്ന് മാത്രമല്ല നമ്മൾ അസ്വസ്ഥമാക്കുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഞാൻ ഈ പുസ്തകം വായിച്ച സന്ദർഭത്തിൽ എന്നെ അസ്വസ്ഥമാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതാണ് ആ പുസ്തകത്തിൻ്റെ മികവ്. അല്ലാതെ എന്നെ സന്തോഷിപ്പിച്ച് വിടുന്നതല്ല ഒരിക്കലും ഒരു പുസ്തകം എന്ന് പറയുന്നത്. ഞാൻ ഒരു ചെറിയ ഉദാഹരണം, ഇതിൽ സിനിമയുടെ ഏറ്റവും ഒരു വലിയ ഭാഗം സിനിമയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്ന ഒന്ന് സിനിമയിൽ തന്നെ നിങ്ങൾ നോക്കിക്കോളൂ. നമ്മളെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്നത് എന്ന് പറയുന്നത് അസ്വസ്ഥകരമായിട്ടിരുന്ന ദുരന്ത പര്യവസായിയായ ഒരു സിനിമയായിരിക്കും. നമ്മൾ എത്രയോ കോമഡി ഫിലിമുകൾ കണ്ടിട്ടുണ്ട്. ഒരെണ്ണത്തിൻ്റെ ഭാഗമെങ്കിലും നമ്മുടെ മനസ്സിലോടി എത്താറുണ്ട്. പൂർവ്വം ചില നിമിഷങ്ങളിൽ സൗഹൃദങ്ങളുമായിട്ടുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതാനും ചില തമാശകൾക്ക് മേമ്പൊടി പോലെ ചേർക്കുന്നതല്ലാതെ നമ്മുടെ മനസ്സിലൊരു ഉൾക്കാഴ്ചയോടുകൂടി മനസ്സിനെ തട്ടി നിൽക്കുന്നത് എപ്പോഴും ദുരന്തങ്ങളുടെ സിനിമയായിരിക്കും. കാരണം അതിൽ ഒരുപാട് ജീവിതമുണ്ട്. അത്തരത്തിൽ ജീവിതത്തിന് ഒരു മാർഗദർശകമായി ഒരു പാഥയും ഒരു പൊതിച്ചോറ് വഴിയാത്രയ്ക്ക് നൽകുന്നത് പോലെ ലഭിക്കുന്ന പുസ്തകങ്ങളാണ് ഈടിറ്റത് എന്നെന്നും വിശ്വസിക്കുന്ന ഒരുത്തനാണ് ഞാൻ. ഇതിൽ പിന്നെ കാഴ്ചപ്പാടുകളും ഇതിൻ്റെ അവതരണത്തിൻ്റെ ഒരു പ്രത്യേകതയും എന്നെ ആദ്യം ഒരു റൈറ്റർ എന്ന് പറയുമ്പോഴേക്കും ശ്രീനിവാസൻ സാറും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, വളരെ പ്രയാസകരമാണ് ഒരു എഴുത്ത് എന്ന് പറയുന്നത്, നിസ്സാരമായ ഒരു കാര്യമല്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു രചനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുക്കുന്ന സന്ദർഭത്തിൽ ഈ രചന എൻ്റെ ആത്മസന്തോഷം എന്നുപോലെ തന്നെ വായിക്കുന്നവരുടെ അവരെ എത്രത്തോളം അവരെ സ്വാധീനിക്കുന്നു എന്നുള്ളൊരു പ്രശ്നവും കൂടി നമ്മൾ നേരിടുന്നുണ്ട്. അതിനേക്കാൾ ഉപരി ഞാൻ പറഞ്ഞു ഈ പേഴ്സണൽ ലൈഫ് വ്യക്തിപരമായ ഒരു തലം നമ്മളെ സംബന്ധിച്ചിടത്തോളമുണ്ട്. പക്ഷെ ആ വ്യക്തിഗതമായ തലത്തിനപ്പുറത്തേക്ക് നമ്മളൊരു സമൂഹത്തിൻ്റെ ഭാഗമാണ്. ഈ സമൂഹം എപ്പോഴും നമ്മളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ എന്ത് ചെയ്യുന്നു, നല്ലതൊന്നും കാണില്ല കേട്ടോ, യാതൊരു സംശയവും വേണ്ട. നമ്മുടെ അബദ്ധങ്ങളെ മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വിമർശിക്കുവാൻ വേണ്ടിയിട്ട് മാത്രം നിൽക്കുന്ന ഒരു സമൂഹത്തിനുള്ളിൽ നമ്മുടെ ജൈവ വ്യക്തിത്വത്തിൻ്റെയും അല്ലെങ്കിൽ ജൈവ സംസ്കാരത്തിൻ്റെയും വ്യക്തി സംസ്കാരത്തിൻ്റെയും എല്ലാം ഒരു സംഘർഷാത്മകമായ ജീവിതത്തിനുള്ളിൽ ഉൾപ്പെടുമ്പോഴേക്കും ആണ് ഈ സമൂഹത്തിൽ നമ്മുടെ ക്യാരക്ടർ എന്ന് പറയുന്ന വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ പെരുമാറ്റം, ബിഹേവിയർ എന്ന് പറയുന്ന സമൂഹത്തിൻ്റെ ഭാഗമാണ്. ആ ബിഹേവിയർ എങ്ങനെ ഒരു സമൂഹത്തിൽ പെരുമാറണമെന്നുള്ള ആ ബിഹേവിയർ എന്ന് പറയുന്ന തലം വരുമ്പോഴേക്കും
ആണ് നമുക്കിതിൽ പലതും സഹായകമായിട്ട് തീരുന്നത്. ഈ ഉൾക്കാഴ്ചകൾ പലതും സഹായകമായിട്ട്. ഇതിൻ്റെ ഈ ശീർഷകം തന്നെ നോക്കിക്കൊള്ളുക, ഇൻസൈറ്റ് അൺവെയിൽഡ്, ഉൾക്കാഴ്ചകളുടെ അനാവരണം എന്ന് പറയും. പക്ഷെ അതിനൊരു അടിക്കുറിപ്പ് കൂടെ അദ്ദേഹം, അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു രസം. എ ക്രോണിക്കിൾ ഓഫ് പെർസ്പെക്റ്റീവ്സ് എന്ന് പറയുന്നത്. ക്രോണിക്കിൾ എന്ന് പറയുമ്പോൾ കാലാനുസൃതമായിട്ടുള്ള ഒന്നാണ്. പെർസ്പെക്റ്റീവ്സ് എന്ന് പറയുമ്പോഴത്തേക്കുമാണ് ചെറിയൊരു പ്രശ്നമുണ്ട്. സൂക്ഷ്മ വായന എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല. സൂക്ഷ്മമായൊരു കാഴ്ചപ്പാടാണ്. ഉൾക്കാഴ്ച എന്ന് നേരത്തെ വന്നതുകൊണ്ടാണ് മറ്റൊരു രീതിയിലേക്ക് എനിക്ക് പറയേണ്ടി വരുന്നത്. സംസ്കൃതത്തിലെ ഒരു വാക്ക് നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ ദർശനം എന്ന് നമുക്ക് പറയാം. അപ്പോൾ കേവലം എൻ്റെ ഉൾക്കാഴ്ചകൾ അനാവരണം ചെയ്യുകയില്ല, അതിലൊരു അടിക്കുറിപ്പ് കൂടെയുണ്ട്. ഞാൻ എന്താണ് അതിൽ നിന്ന്, ഈ സമൂഹത്തിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ടവ, ആ ഉൾക്കൊണ്ടവയെ കാലാനുസൃതമായി അവതരിപ്പിക്കുന്ന ഒരു സന്ദർഭം. കാലാനുസൃതം എന്ന് പറയുമ്പോൾ ഒരുപാട് അർത്ഥതലങ്ങൾ അതിനകത്തുണ്ട്. പറഞ്ഞു, സമൂഹത്തിൻ്റെ ഒരു പെരുമാറ്റ രീതിയിൽ അധ്യാപകർ എന്ന നിലയിൽ ഞാൻ നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങൾ എനിക്ക് നന്നായിട്ടറിയാം. വിദ്യാർത്ഥികളിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം. ഞാൻ ഈ പറഞ്ഞല്ലേ കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരു ദിവസം ഞാൻ ഈ പറഞ്ഞതല്ലേ, നമ്മൾ ഈ ചുരുങ്ങി ലോകം എങ്ങനെയായി തീരുന്നു എന്നുള്ളതിൻ്റെ പ്രശ്നമാണ് ഞാനീ പറഞ്ഞത്. ഒരു ദിവസം ഞാൻ വൈകുന്നേരം നടക്കാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു ചുവന്ന ടീഷർട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ കുറേയധികം പേർ, ആ സാറ് ഞങ്ങളുടെ കൂട്ടത്തിൽ ചേർന്നില്ല, ഞങ്ങളുടെ പാർട്ടിയാണല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്നോട് പറയുകയാണ്, പിറ്റേ ദിവസം ഓറഞ്ച് കളറായിരുന്നു. അപ്പോൾ ഇവരുടെ മുഖം കുറിത്ത് വേറൊരു കൂട്ടർക്ക് സന്തോഷമുണ്ടായി. ഒരു നിറം പോലും തിരഞ്ഞെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ജിയോ പൊളിറ്റിക്സിനെ കുറിച്ച് ഈ പുസ്തകത്തിനകത്ത് പറഞ്ഞൊരു കാര്യമാണ്. ഞാനിന്ന് നേരിടുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. ഞാനിന്ന് ഇന്ത്യ എന്ന് പറയണോ ഭാരതം എന്ന് പറയണോ? നിങ്ങൾ പറയും. ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രതിപക്ഷത്തിൻ്റെ ആളാവും, ഭാരതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണപക്ഷത്തിൻ്റെ ആളാവും. എൻ്റെ സ്വതന്ത്രമായ ചിന്താഗതിയെ അന്യവൽക്കരിക്കപ്പെടുന്ന ഒരു പൊളിറ്റിക്സിലേക്ക് ഞാൻ എത്തപ്പെടുന്നു എന്ന് പറയുന്ന നിസ്സാരമായ ഒരു പ്രശ്നമല്ല. ഞാൻ ഈ ജിയോ പൊളിറ്റിക്സ് വായിച്ചപ്പോഴേക്കും പൊളിറ്റിക്സ് എന്ന വാക്ക് തന്നെ രാഷ്ട്രം എന്നു. ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മളൊരു ഗ്ലോബലൈസേഷൻ്റെ പേരിൽ അന്താരാഷ്ട്രവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. രാഷ്ട്രതന്ത്രം എന്ന് പറയുന്നതാണ് വാസ്തവത്തിൽ ജിയോ പൊളിറ്റിക്സ്. അതെല്ലാ നാട്ടുകാർക്കും ഉണ്ട്. ഇന്ത്യക്കകത്ത് വരുന്ന പൊളിറ്റിക്സിനെയാണ് നമ്മൾ ജിയോ പൊളിറ്റിക്സ് എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിളിക്കേണ്ടത്. അത് പല രാജ്യങ്ങളിലായിട്ട്, പക്ഷേ അന്താരാഷ്ട്ര തലത്തിലേക്ക് നമ്മളുടെ ബന്ധങ്ങൾ വളരുമ്പോഴേക്കുമാണ് അതിന് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത വെച്ചുകൊണ്ട് നമ്മൾ ജിയോ പൊളിറ്റിക്സ് എന്ന തലത്തിലേക്ക് വരേണ്ട. പൊളിറ്റിക്സ് രാഷ്ട്രതന്ത്രം വളരെ പരിമിതമാണ്. വളരെ ഗഹനമായത് പഠിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ ഈ പറയുന്നത് ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എൻ്റെ ഉൾക്കാഴ്ച അങ്ങനെയാണ്. അത് ഈ പുസ്തകം വായിച്ചതിൽ നിന്നും കൂടെ ശരിക്കും ഞാൻ ഉൾക്കൊണ്ട ഒന്നാണ്. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മുടെ ഉള്ളിൽ തന്നെ, ഞാൻ ഇന്ത്യ വിട്ടൊന്നും വെളിയിൽ പോയ ഒരാളല്ല, പക്ഷേ ഇന്ത്യക്കകത്ത് പലയിടത്തും പോയ ആളാണ്. അവിടെ പോലും ചർച്ച ചെയ്യപ്പെടുന്ന നമ്മുടെ സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാണ്. ഞാനൊരിക്കൽ കരോൾ ബാഗിൽ, ഡൽഹിയിൽ കരോൾ ബാഗിൽ നല്ല തണുപ്പായിരുന്നു. ആ സമയത്ത് ഈ മുണ്ടുമൊക്കെ കൊടുത്തോട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അവിടെയുള്ള ആളുകൾ, അപ്പോൾ മദ്രാസി ഹേ, മലയാളി ഹേ, ഇത് ഞാൻ തിരിച്ചവരോട് പറയുന്നു. മലയാളിയെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത ആളുകളാണ് ഇവിടെയുള്ള ഭൂരിഭാഗം ആളുകളും. അവിടെ ഞാൻ ഈ മുണ്ടൊന്ന് നല്ല വെയിലൊന്ന് ഒരു ദിവസം കിട്ടിയപ്പോഴത്തേക്ക് ഒന്ന് ചൂടാവട്ടെ ശരീരം ഒന്ന് കരുതിയിട്ട് ഒന്ന് മടത്ത് കെട്ടി നടക്കും. എൻ്റെ പൊന്നെ, അവിടെയുള്ള ആളുകൾ എന്നെ പറഞ്ഞത് കാക്കിയൊന്നും കേൾക്കേണ്ട കാര്യമില്ല. ഇങ്ങനെയൊന്നും ഇവിടെ നടക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പറഞ്ഞു. അപ്പോഴാണ് ഒരു പെൺകുട്ടി വളരെ ചെറിയ ഒരു ഷോർട്ട്സ് വിട്ടുകൊണ്ട് നടക്കും. ഞാൻ പറഞ്ഞു, ഓ ലഡ്ക്കിക്കോ ദേക്കോ ഉസാ അച്ഛാ ഹെ മേരാ കപ്പട. അപ്പോൾ ഇതുപോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സമൂഹത്തെ നമ്മൾ ഡൽഹിയിൽ ഞാൻ അനുഭവിച്ച കാര്യമാണ് പറയുന്നത്. ഇതിൻ്റെ അടുത്ത ദിവസം ഞാനിവിടെ ഒരു ഇൻ്റർവ്യൂവിന് പോയപ്പോഴൊക്കെയാണ്. അതിൻ്റെ അടുത്ത ദിവസം ഞാൻ ഈ അന്ന് ഇൻ്റർവ്യൂ നടക്കാത്തത് കൊണ്ട് പാർലമെൻറ്റിൻ്റെ സ്ട്രീറ്റിലൂടെ ഞാൻ നടക്കുന്ന സമയത്ത് അവൻ്റെ ഇന്ത്യ ഗേറ്റിൻ്റെ സമീപത്ത് ഇങ്ങനെ വെയിലും കൊണ്ട് നടക്കുമ്പോഴത്തേക്ക് ഒരാൾ ഓടിക്കൊണ്ട് ഇതേപോലെ മടത്തേട്ടി നടക്കുന്നു. ഓടിക്കൊണ്ട് കൈ തന്നിട്ട് പറഞ്ഞു, നന്നായി സാർ, നന്നായി. ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ആകെപ്പാടെ വിഷമിച്ച് എന്താണെന്ന് പറഞ്ഞ് എൻ്റെ കൈ ബലമായിട്ട് പിടിച്ചിട്ട് കുലുക്കിക്കൊണ്ട് പറയുകയാണ്, എത്രയോ കാലത്തിന് ശേഷം ഒരു നല്ല മലയാളിയെ ഞാൻ കണ്ടത്. ഈ രണ്ടും ഞാൻ ഒരേ ഡൽഹിയിൽ അനുഭവിച്ചത്.